ശരിക്കും ഞാൻ പിന്നെ നേരത്തെ ഇറങ്ങി, ട്രെയിൻ 1:30 സമയമുണ്ട്. കാരണം എങ്ങാനും ഡിലേ ആയി കഴിഞ്ഞാൽ പണിയാവല്ലോ വെച്ചിട്ടാണ് ഞാൻ. ബ്ലോക്കല്ലേ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, സോറി ഗുഡ് ആഫ്റ്റർനൂൺ ഓറായി. അപ്പോൾ ഞാൻ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നല്ല മഴയാണ്. ഞാൻ ഇന്നേരം ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൾറെഡി നല്ല വെള്ളം ഉണ്ടായിരുന്നു ഞാൻ ഓട്ടോയിൽ കയറുന്ന സമയത്ത്. നിങ്ങൾക്ക് അത് ഞാൻ മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടത്. പക്ഷേ ശരിക്കും എന്താ പറയുക, എക്സ്ട്രീം ലെവൽ തന്നെയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ. എങ്ങനെയൊക്കെ ഞാൻ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ചില സ്ഥലങ്ങളൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. മഴ പെയ്തിട്ട് ഏകദേശം ഇന്ന് രാവിലെ 2 hourൻ്റെ അടുത്ത് അടുപ്പിച്ച് മഴ പെയ്തിരുന്നു. അതാണ് ഇത്രയും വെള്ളമായത്. അപ്പോൾ നമ്മൾ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിൻ 1:25 മംഗള ലക്ഷദ്വീപാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു മഴയത്ത് ട്രാവൽ ചെയ്യാൻ പറഞ്ഞൊരു അടിപൊളിയാണ്. ഞാൻ തേർഡ് എക്കണോമിയാണ് ബുക്ക് ചെയ്തത്. തേർഡ് AC തേർഡ് എക്കണോമി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മഴയത്ത് അടിപൊളി യാത്രയായിരിക്കും. പിന്നെ മഴയത്ത് ഏറ്റവും കൂടുതൽ AC-യിലല്ലാതെ നോർമൽ കോച്ചിൽ ബുക്ക് ചെയ്ത് ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്താണെന്ന് അറിയാം, വിൻഡോയിലൂടെ വെള്ളം വരുന്നതായിരിക്കും. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ AC ബുക്ക് ചെയ്തത്. നമുക്ക് നോക്കാം ഗൈസ് നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. നമുക്ക് നേരെ ട്രെയിൻ ഇവിടെ എത്താറായിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റാർട്ടിൻ്റെ ട്രെയിനാണ്. 3ാമത്തെ പ്ലാറ്റ്ഫോം പോകും. നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ് നമ്മളിതേ ഫ്ലൈ ഓവർ കയറിയിരിക്കുകയാണ്. വന്ദേ ഭാരത് വരുന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കേട്ടായിരുന്നു. നമുക്ക് വന്ദേ ഭാരത് നോക്കി നോക്കാം. വന്ദേ ഭാരത് എങ്ങോട്ടാണ്? വന്ദേ ഭാരത് ആക്ച്വലി വൈറ്റ് വന്ദേ ഭാരതാണ്. കണ്ടോ, ഇത് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ടൗൺ വഴിയല്ലേ പോകേണ്ടത്? വൈറ്റ് ഓറഞ്ച് വന്ദേ ഭാരതല്ലേ സൗത്ത് വരുന്നത്. ഇനി വേറെ വന്ദേ ഭാരത് എനിക്ക് തോന്നുന്നു മംഗലാപുരം ടു ട്രിവാൻഡ്രം എറണാകുളം വരെ ഒരു വന്ദേ ഭാരത് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതാണെന്നാണ് തോന്നുന്നു കേട്ടോ ഗൈസ്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അനൗൺസ്മെൻറ്റ് കേട്ടില്ല ഏത് റൂട്ടാണെന്ന്. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് വന്ദേ ഭാരത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലൈ ഓവറിൻ്റെ മേലെ കയറിയുന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു വ്യൂ കിട്ടി കേട്ടോ. നമ്മളങ്ങനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുക കേട്ടോ. ഫുള്ളും വെള്ളമാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ഒന്നും റൂഫില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഭയങ്കര മഴയില്ല, സ്ലൈറ്റ്ലി ലിറ്റിൽ ബിറ്റായിട്ട് റെയിൻ പെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഗൈസ് എൻ്റെ ട്രെയിനും കാത്തിരിക്കുന്ന സമയത്ത് വെള്ളം എവിടുന്നോ മേലെ നിന്ന് വെള്ളം വരുന്നത് നോക്കിയപ്പോൾ മേലേക്ക് നോക്കിയപ്പോൾ കണ്ടൊരു സംഭവം കേട്ടോ ഗൈസ്. ഇത് റൂഫ് ലീക്കായിട്ട് വെള്ളം ലീക്കാവുന്ന കാരണം നിങ്ങൾ കാണുന്നത്. ഈ വെള്ളം അങ്ങനെ ഇറ്റിറ്റ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ യാത്രക്കാരിയ്ക്കുന്ന കണ്ടോ സീറ്റ് കണ്ടോ ശരിക്കും തെറിക്കും കേട്ടോ. അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഗൈസ് നമ്മുടെ ട്രെയിൻ മംഗള ലക്ഷദ്വീപ് ഇവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ മെല്ലെ കൊണ്ടിരിക്കുന്നു. ഇത് ആക്ച്വലി ട്രെയിന് 12:45 ആയിട്ട് വന്നത്. നമ്മൾ മംഗള ലക്ഷദ്വീപ് 1:25 ഇവിടെ എത്തുള്ളൂ. ഞാൻ ട്രെയിൻ ഏതാണെന്ന് പറയാൻ മറന്നുപോയെന്ന് തോന്നുന്നു ഗൈസ്. മംഗള ലക്ഷദ്വീപാണ് കേട്ടോ. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പം ഇന്നൊരു നല്ലൊരു മഴയും കൂടിയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം, ബ്ലോഗ് ചെയ്യാൻ തന്നെ കാരണം. മഴയത്ത് ഇങ്ങനെ ഒരു അടിപൊളി ബ്ലോഗ് ചെയ്യാനൊരു അടിപൊളി തന്നെയാണല്ലോ. അപ്പോൾ ഗൈസ് അതുകൊണ്ടാട്ടോ നമ്മൾ ബ്ലോഗ് ചെയ്ത്. ഗൈസ് നമ്മുടെ ട്രെയിൻ ഇതേ വന്നിരിക്കുകയാണ്. ഞാൻ മെല്ലെ ട്രെയിനിൽ കയറാനുള്ള പ്ലാനിങ്ങിലാട്ടോ. കാരണം എൻ്റെ കോച്ച് M1 ആണ്, തേർഡ് എക്കോണമിയാണ്. അപ്പം തേർഡ് എക്കോണമിയിൽ നമ്മൾ കയറുന്ന സമയത്ത് അവിടെ കണ്ട ഗൈസ് റൂഫില്ല. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ചവിട്ടി വേണം പോകാൻ. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ മഴ കൊണ്ടിട്ട് വേണം പോകാൻ. അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനപ്പം എന്തെന്ന് വെച്ചാൽ നേരത്തെ തന്നെ സ്കിപ്പ് ചെയ്ത് എൻ്റെ ഇതിൻ്റെ ബോഗി തന്നെയാണ്. എനിക്ക് തോന്നുന്ന സീറ്റ് മേ ബി അപ്പുറത്തേക്ക് ആയിരിക്കാം. ആ ഭാഗത്ത് റൂഫില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൽ കൂടെ കയറിയിട്ട് പോകുന്നുണ്ട്. നമുക്ക് സീറ്റ് നമ്പർ എൻ്റെ 71 എന്ന് തോന്നുന്നു. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ട്രെയിനിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ 71 72 കാണാൻ പോകുന്നു കേട്ടോ. യെസ്, ഇവിടെയാണ്. ഒരു മിനിറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അങ്ങനെ ഗൈസ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഗൈസ് ഞാൻ കുറച്ച് സ്നാക്സും അതുപോലെ ഡ്രിങ്ക്സും മേടിച്ചു. ഹോട്ടായിട്ട് ചായ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നല്ല തണുപ്പായിരുന്നു. ട്രെയിനിൻ്റെ ഉള്ളിൽ ഓൾറെഡി നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് ഒന്നും അതെന്താ പറയുക കഴിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ലൈറ്റ് ഫുഡ് മതിൽ വെച്ചിട്ട് അത് മാത്രം മേടിച്ചു. പിന്നെ ഗൈസ് ഇതേ പുറത്ത് നമ്മൾ നോക്കുമ്പോൾ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ട്. പക്ഷെ നല്ല മഴ ഇങ്ങോട്ട് പെയ്യണില്ല. ഓൾറെഡി ഇവിടെ എറണാകുളത്ത് നല്ല മഴ പെയ്തു പോയതാട്ടോ. നിങ്ങൾ വരുന്ന ഷോട്ട് കണ്ടല്ലോ ഗൈസ്, വെള്ളം വരുന്ന ഷോട്ട്, അത് ഫുൾ ഫ്ലഡായിരുന്നു. ആ ഒരു 1.5 hour നിൽക്കാതെ മഴ പെയ്തിട്ട് അത്രയും വെള്ളമായത്.
ഞാൻ ന്യൂസിൽ ശേഷം കണ്ടായിരുന്നു മേഘവിസ്ഫോടനം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഗൈസ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടൊരു സംഭവം കേട്ടോ. ട്രെയിനിൻ്റെ ബോഗി എഞ്ചിനില്ലാതെ ബോഗി മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയ ഗൈസ്, നിങ്ങളിത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ പിന്നെയും സൂം ചെയ്ത് നോക്കുകയാണ്, എനിക്കെന്താ മനസ്സിലായില്ല. എഞ്ചിനില്ലാതെ ട്രെയിൻ പോകുന്ന പോലത്തെ സംഭവം. പിന്നെയാണ് ഗൈസ് എനിക്ക് റിയാലിറ്റി മനസ്സിലായത്. ഇത് റിവേഴ്സ് പോകുന്ന ട്രെയിനായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ എഞ്ചിനുണ്ട്, അതായത് 2 ബോഗി മാറ്റിക്കഴിഞ്ഞാൽ ഗൈസ് ഫ്രണ്ടിൽ എഞ്ചിൻ കണ്ട അവിടുന്ന് എഞ്ചിൻ മരിച്ച് കൊണ്ടുപോവുകയാണ് റിവേഴ്സ് എടുത്തിട്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, ആകെ 2 ബോഗി മാത്രമേ കണ്ടിട്ടുള്ളൂ ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് ഇതിൻ്റെ ബാത്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഓൾറെഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുണ്ട്, ബാത്റൂം ഓൾറെഡി നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. നമുക്ക് 100 കൊടുക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് യൂസ് ചെയ്ത് തുടങ്ങും, ട്രാവൽ ചെയ്ത് പോകുമ്പോഴാണ് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് വൾഗറാവാൻ പോകുന്നത്. അതാ ഇതിൻ്റെ വഴിക്ക് പോട്ടെ. നമുക്ക് ഗൈസ് പുറത്തെ വഴികൾ നോക്കാം. പുറത്തൊക്കെ നല്ല അടിപൊളിയായിട്ടോ, മഴ പെയ്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റ് സിറ്റുവേഷനിലാട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ട് ജേർണി ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടൈമാണ് ഗൈസ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് 1:25 നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നല്ല ഉള്ളിലേക്ക് കയറാം. ഞാൻ ഒന്ന് കയറട്ടെ ഗൈസ്. ഗൈസ് നമ്മൾ ഓട്ടോമാറ്റിക് ഡോറ് നിങ്ങൾക്ക് കാണുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഓട്ടോമാറ്റിക് ഡോർ. ഇത് ആക്ച്വലി LSP കോച്ചിലാണ് ഈ ഒരു ഫെസിലിറ്റി വരുന്നത് കേട്ടോ. വേറെ ഫെസിലിറ്റി എനിക്ക് വേറെ കോച്ചിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. തേർഡ് എക്കണോമിയിലാണ് തോന്നുന്നത് വരുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് നമ്മുടെ ട്രെയിൻ കറക്റ്റ് 1:25 ട്രെയിൻ എടുത്തു. പിന്നെ ഗൈസ് ട്രെയിൻ എടുക്കാൻ പോകുന്ന സമയത്ത് ചെറിയൊരു ട്രാജഡി ഉണ്ടായി. കണ്ടോ, ട്രെയിൻ ഓൾറെഡി എടുത്തായിരുന്നു, പെട്ടെന്ന് നിർത്തിയ റീസൺ എന്തെന്ന് വെച്ചാൽ ഞാൻ കണ്ടോ ഗൈസ്, എൻ്റെ ഫോൺ കുറച്ച് ടേൺ ചെയ്തില്ലേ, അതെന്തെന്ന് വെച്ചാൽ അവിടുന്ന് ഏതോ ഒരു സ്ത്രീ പെട്ടെന്ന് ട്രെയിൻ എടുക്കുന്ന സമയത്തേക്ക് ചാടി കയറാൻ നോക്കി. അപ്പോൾ തന്നെ ട്രെയിൻ നിർത്തി, അങ്ങനെ എന്തെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സംതിങ് ലൈക്ക് ദാറ്റ്. ട്രെയിൻ ചെറുതായിട്ട് സ്ലോ ഡൗൺ ആയി സ്റ്റോപ്പ് ചെയ്ത പോലെയായി. അപ്പോൾ പോലീസ്, ഒരു RPF പോലീസ് ഉണ്ടായിരുന്നു, RPFിലെ. അപ്പം ആ സാറ് പിടിച്ച് എന്തോ പറയുന്നുണ്ട്, കയറണം, ട്രെയിൻ എടുക്കുന്ന സമയത്ത് ശരിക്കും കയറാൻ പാടില്ല, അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ജീവന് ആപത്താണ്, ആക്സിഡൻ്റ് ആകും കേട്ടോ ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ കുറച്ച് മീൻസ് ഒരു 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ എടുത്ത്, ഇത് ജംഗ്ഷൻ തന്നെയാണ്. വെള്ളം കണ്ടോ ഗൈസ്, ഇപ്പോഴും വെള്ളം ഒന്നും ശരിക്കും ഇറങ്ങിയിട്ടില്ല. ശരിക്കും ഭയങ്കര റെയിൻഫാൾ ഉണ്ടായ സമയത്താണ് ഞാനിവിടെ ട്രെയിനായിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ ട്രാക്കിലൊക്കെ ചിലപ്പം വെള്ളം ഉണ്ടായേക്കാം. കണ്ടോ ഗൈസ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഫുള്ളും വെള്ളമുണ്ട്. ഇതുപോലെ നോക്കിയ ഗൈസ്, ആ വീട്ടിലൊക്കെ എന്താണല്ലേ വെള്ളം കയറിയിട്ട് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കി അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോഴും അവിടുത്തെ വെള്ളം ഒന്നും ഇറങ്ങിയിട്ടില്ല. മഴ പെയ്ത് നിന്നിട്ട് ഏകദേശം 1.5-2 മണിക്കൂറായി. 11 മണിക്ക് മുമ്പ് മഴ തീർന്നെങ്കിലും ഒരു 2 അവർ കഴിഞ്ഞു, എന്നിട്ടും വെള്ളം ഇറങ്ങാതെ കിടക്കുകയാണ് ആ സ്ഥലത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. ശരിക്കും നമ്മൾ തന്നെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ വേസ്റ്റും മാലിന്യങ്ങളൊക്കെ കൊണ്ട് അവിടെയും ഇവിടെയും, നമ്മളൊരു മിഠായി കഴിച്ചാൽ പുറത്തേക്ക് വേസ്റ്റ് കളഞ്ഞ് ഡിസ്പോസ് ചെയ്യാതെ അത് കളയുക, നേരിട്ട് കളയുക, അതൊക്കെ ആയി വേസ്റ്റായി രൂപപ്പെടുന്നതും നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഗൈസ് ഈ ഒരു സിറ്റുവേഷൻ വന്നത് കേട്ടോ. കാരണം ശരിക്കും ഭയങ്കര ഭയങ്കര വിഷമം തോന്നി. കാരണം ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ കണ്ടോ ഗൈസ്, റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലമാണ്, മലിനജലമാണ് അതൊക്കെ. അവരെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഗൈസ് നമ്മൾ ട്രെയിൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നീങ്ങിയപ്പോഴേക്കും വെള്ളം പോയി. കാരണം ഉയർന്ന സ്ഥലം എറണാകുളം സൗത്ത് റെയിൽവേ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്നൊരു സ്ഥലമാണ്. സമുദ്രനിരപ്പൊന്നും കുറച്ച് താഴ്ന്നതാണോ അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ് എന്തോ ആണ്. പിന്നെ KSRTC ബസ് സ്റ്റാൻഡ് ആണെങ്കിലും ഒക്കെ അവിടുത്തെ വെള്ളം പെട്ടെന്ന് ഒരു ചെറിയ മഴ ചെയ്താലും വെള്ളം കയറുന്നൊരു സിറ്റുവേഷനുള്ളൊരു ഏരിയ ആണ്. ഈ മഴ പെയ്തതിൽ, ഈ ഒരു വേനൽ മഴ പെയ്ത ഒരാഴ്ച കൊണ്ട് നിറയാത്ത തോടുകളില്ല, പുഴകളില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഗൈസ്. നമ്മൾ 2018 ഇതിപ്പോൾ കാണുന്ന നിങ്ങൾ ആലുവ പുഴയാണ് കേട്ടോ. ആലുവ പെരിയാർ റിവറാണ്. ആലുവ ബ്രിഡ്ജിൻ്റെ താഴത്തെ അവസ്ഥ നോക്കി അധികം വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം ഉയരുന്നൊരു സ്ഥലവും കൂടിയാണ് നമ്മുടെ ആലുവ പെരിയാർ. പിന്നെ അത് മാത്രമല്ല 2018 നിങ്ങൾ കാണുന്ന താഴത്തെ പില്ലർ, അതായത് ആ തൂണ് കണ്ടോ, ആ തൂണിൻ്റെ ആ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു അപ്പർ പൊസിഷൻ വരെ വെള്ളം വന്നിരുന്നു 2018 ഫ്ലഡിൽ. അത് ശരിക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു അന്നത്തെ സമയത്ത് കേട്ടോ. അതുപോലെ ഇപ്പോൾ ഒരു ചെറിയ പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനായി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും പേടിക്കേണ്ട, ജാഗ്രതയായിരിക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ ആലുവയ്ക്ക് കഴിഞ്ഞു തൃശ്ശൂർ എത്താറായി, അപ്രോക്സിമേറ്റ്ലി തൃശ്ശൂർ എത്താറായി. പക്ഷേ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം നല്ലൊരു വ്യൂ കിട്ടിയതാണ് ഗൈസ്. നല്ലൊരു അപ്പുറത്തുനിന്ന് നല്ലൊരു ഭയാനകമായൊരു മഴ വരുന്നൊരു വിഷ്വൽസ് എനിക്ക് കിട്ടി. ഇത് കണ്ടോ ഗൈസ്, അടിപൊളി വിഷ്വൽസാണ്. ആ ഒരു പാടവും ആ ഒരു ആകാശത്തിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുള്ളായൊരു സംഭവം എനിക്ക് നല്ലൊരു ഷോട്ട് കിട്ടിയതാണ് ഗൈസ്. ഇത് ഞാൻ ഇപ്പോൾ സ്ലോ മോഷനിൽ എടുത്താൽ കേട്ടോ, അടിപൊളി ഒരു ഷോട്ടായിരുന്നത് ഇത്. എത്ര പേർക്കിത്
മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ലൊരു വ്യൂ ആണ്. കാരണം മഴക്കാറും കുറച്ച് വൈറ്റ് കളറും, അതായത് ഒരു ഡാർക്കില്ലാത്തൊരു വൈറ്റ് കളറും പിന്നെ ഒരു പച്ചപ്പും ആ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഒരു വ്യൂവും കുറച്ച് വീടുകളും, അതൊക്കെ ഒരു നല്ല ഷോട്ടാണ്. പ്രകൃതിയുടെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്ന കുറേ മരങ്ങളൊക്കെ ആയിട്ട് ചെറിയ ഹില്ലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മലകളൊക്കെ. ആ ഒരു നല്ലൊരു ഷോട്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാനതാണ് സ്ലോ മോഷനിൽ എടുത്തത്. ഏകദേശം നമ്മൾ തൃശ്ശൂർ എത്താറാകുമ്പോഴേക്കും നല്ല മഴ തുടങ്ങി. ട്രെയിനിലായതുകൊണ്ട് തന്നെ ഗൈസ് ഇത് നിങ്ങൾക്ക് ട്രാക്ക് കണ്ടറിയാൻ പറ്റും. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഓൾറെഡി നല്ല സ്ട്രോങ് മഴ വന്നിട്ട് പെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷേ ട്രെയിൻ നമ്മൾ ട്രാവൽ ചെയ്യുന്നല്ലേ, അപ്പോൾ ഓൾറെഡി ഈ മഴക്കാറും മഴയുടെ ആ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പം കറക്റ്റ് ഒരു റെയിനിങ് എനിക്ക് കിട്ടാതിരുന്നത്. പക്ഷേ നല്ലൊരു റെയിനിങ് നടന്നിരുന്നു, നല്ല മഴ നടന്നിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നു. കാരണം ട്രാക്ക് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മഴ പെയ്യുന്നുണ്ട്, ഇപ്പം പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. റെയിനിങ് ഓക്കെ. നിങ്ങൾ ബാത്റൂമിൽ കയറുമ്പോൾ, ട്രെയിനിലെ ബാത്റൂമിൽ കയറുമ്പോൾ നിങ്ങൾ ഈ സ്വിച്ച് കണ്ടിട്ടുണ്ടോ? ഒരു കാരണവശാലും ഈ സ്വിച്ച് ഞെക്കരുത്, വായിച്ച് നോക്കണം. ഞെക്കണം. എമർജൻസി പുഷ് ബട്ടണാണ്. ഇതാണ് ഫ്ലഷ് ചെയ്യാനുള്ള ബട്ടൺ. ഇത് ഞെക്കിയാലാണ് ഫ്ലഷായി പോകുന്നത്, മനസ്സിലായോ? ഇത് ഞെക്കിയാൽ പറ്റില്ല. അതുകൊണ്ടോ ഇത് വെള്ളമില്ലേ? സെറ്റപ്പാണല്ലോ. ബയോ ടോയ്ലറ്റ് കേട്ടോ ഗൈസ്, അടിപൊളി നീറ്റൊക്കെ ഉണ്ട് കേട്ടോ. മംഗള ലക്ഷദ്വീപിലെ ബാത്റൂം നല്ല വൃത്തിയുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇത് ഞെക്കരുത് ഒരു കാരണവശാലും. എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഞെക്കാൻ പാടുള്ളൂ. ഇതല്ല ഫ്ലഷ് ബട്ടൺ. ഓക്കെ, ഇതാണ്. അങ്ങനെ ഗൈസ് ട്രെയിനിൻ്റെ ഉള്ളിൽ എ സിയിലെ തണുപ്പും വേറെ പുറത്തെ തണുപ്പും വേറെ എല്ലാം കൂടി കൊട്ടും തണുപ്പ്, ഭീകര തണുപ്പ് വരുന്നു. അപ്പോൾ എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യതായപ്പം ക്യാപ്പച്ചിനോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാപ്ച്ചിനോ മേടിച്ചു കുടിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി ക്യാപ്ച്ചിനോ ആയിരുന്നു കേട്ടോ. ട്രെയിനിൽ ഇത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ക്യാപ്ച്ചിനോ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. ഫൈനലി നമ്മൾ ഭാരതപ്പുഴ എത്തിയിരിക്കുകയാണ്. ഭാരതപ്പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നുണ്ടോ ഗൈസ്? ഇതിൻ്റെ അടിയിൽ എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് കിടക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു NH66 ആണെന്ന് ഞാൻ വിചാരിച്ചത്, എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഗൈസ് നമ്മൾ ഷൊർണൂരൊക്കെ വിട്ടു കഴിഞ്ഞു. എന്താ പറയുക, അപ്പോഴേക്കും കുറച്ചേരം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു. പൊട്ടും തണുപ്പെന്ന് വെച്ചാൽ പൊട്ടും തണുപ്പായിരുന്നു. ട്രെയിനിൻ്റെ ഉള്ളിൽ ഓൾറെഡി നല്ല മുടിഞ്ഞ AC യും പുറത്തൊരു ക്ലൈമറ്റിൽ തണുപ്പും കൂടി ആയപ്പം തണുപ്പ് സഹിക്കാൻ പറ്റാതെ കിടന്ന് ഉറങ്ങിപ്പോയതാണ്. 4:30 മണിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ബ്ലോഗ് അവസാനിപ്പിക്കും. അങ്ങനെ ഗൈസ് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പം ട്രെയിൻ ഓൾറെഡി ഒരു 1/4 മണിക്കൂർ ഡിലേ ആയിരുന്നു. ഒരു 5:45 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ കോഴിക്കോട് റെയിൽവേ റീച്ച് ചെയ്തിട്ടുണ്ട്. അതായത് കോഴിക്കോട് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഭംഗിയായ ഒരു കാഴ്ചയാണ് റൈറ്റ് സൈഡിൽ കൂടെ റോഡിലൂടെ നമ്മുടെ ബസ്സുകൾ പോകുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഈ പച്ച ബസ്സുകൾ കാണാൻ പറ്റുന്നത്. അത് കോഴിക്കോട് നമ്മൾ റെയിൽവേയിൽ എത്തുമ്പം ഒരു വെൽക്കമിങ് കൂടെയാണ് കേട്ടോ ഈ റോഡ്. ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും ഈ റോഡ് കേട്ടോ. എനിക്ക് ഒരു പെട്ടെന്നുള്ളൊരു അടിപൊളി വ്യൂ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഗൈസ് നമ്മളിവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഗൈസ്. ദേ അപ്പുറത്ത് ഏതോ ഒരു ലോക്കൽ ട്രെയിൻ വന്നിട്ട് ആളുകളൊക്കെ ഓടിപ്പിടഞ്ഞ് കയറാൻ നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വ്ലോഗ് കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ.